ബീഡി കൊടട കല്ലടി മസ്താൻ ബാവ. ഈ വീഡിയോ ചെയ്തപ്പോൾ വളരെയേറെ വിമർശനങ്ങളും മോശം കമൻറ്റുകളും എന്നെ വല്ലാതെ വേദനപ്പെട്ടു. പറയുന്നവർക്ക് ന്യായമായ കാര്യം. വസ്ത്രം ധരിക്കാതെയും കുളിക്കാതെയും നടക്കുന്ന ആൾ എങ്ങനെയാണ് വലിയാകുന്നതും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ എത്തിപ്പെട്ടവനാകുന്നതും എങ്ങനെ? അല്പജ്ഞാനർക്കാണ് ഈ സംശയമുള്ളത്. കാരണം കൂടുതലായി സൂഫിസത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ചും മനസ്സിലാക്കിയവർക്ക് ഒരിക്കലും ഇത്തരം സംശയങ്ങൾ വരാൻ സാധ്യതയില്ല എന്നതുകൊണ്ട്. ഹിജറ 860 ശേഷം തെർബിയത്തിൻ്റെ ഷെയ്ഖന്മാരെല്ലാം മറഞ്ഞവരാണെന്ന് അവരെ നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. കല്ലടി മസ്താൻ ബാവയെ പോലെ തന്നെ നന്താടി സെയ്ഖും അദ്ദേഹവും വസ്ത്രമില്ലാതെയാണ് ജീവിച്ചത്. ഒരിക്കൽ മാത്രമാണ് അദ്ദേഹം വസ്ത്രത്തിനായി പാഞ്ഞത്. അന്ന് CM വലിയുല്ലാഹി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന ദിവസമായിരുന്നു. ഒരു മനുഷ്യൻ എന്നെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം വസ്ത്രത്തിനായി തിരക്ക് കൂട്ടിയത്. മസ്താൻ സാഹിബ് കല്ലടി മസ്താൻ ബാവ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പലരൊക്കെ ഭ്രാന്തനെന്നും ഇദ്ദേഹത്തെ വലിയാക്കുന്ന നിനക്കാണ് ഭ്രാന്തെന്നുമൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ഷോക്കേറ്റ് അവിടെ 4-5 പേർ മരിച്ച് ആ വഴിക്ക് ഒരു മനുഷ്യൻ പോലും നടക്കാത്ത അല്ലെങ്കിൽ അതുവഴി പോകാത്ത സാഹചര്യത്തിലാണ് കല്ലടി മസ്താൻ ബാവ ആ വഴിക്ക് പോയത്. അപ്പോൾ അദ്ദേഹത്തിന് ഷോക്കേക്കാതെ തന്നെ കടൽക്കരയിൽ എത്തുകയും ചെയ്തു. കൂടാതെ കടലിലേക്ക് കല്ലടി മസ്താൻ ബാവ നടന്നു പോകുന്നത് കണ്ട ആളുകളുണ്ട്. ഒരു പക്ഷേ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെ പറയാം. ട്രിവാൻഡ്രത്തെ ഭീമാപ്പള്ളിയിൽ പോയി നിങ്ങൾ അന്വേഷിച്ചാൽ ദൃക്സാക്ഷികളായവർ തന്നെ നിങ്ങളോട് കാര്യം വെളിപ്പെടുത്തി തരും. കല്ലടി മസ്താൻ ബാവ കടലിൽ ശോഭിതമായി നിൽക്കുന്ന സമയത്ത് കടലിലേക്ക് ഇറങ്ങിച്ചെന്നു. ശേഷം 3 ദിവസം അദ്ദേഹത്തെ ആരും തന്നെ കണ്ടില്ല. കല്ലടി മസ്താൻ ബാവ പിന്നീട് കരയിൽ നിന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് നടന്നു വരുന്നതാണ് എല്ലാവരും കണ്ടത്. നിങ്ങൾ പറയൂ, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അദ്ദേഹം മസ്താനല്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പെട്ടവരല്ലെങ്കിലും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മഹാ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ അവർക്ക് കഴിയുന്നത്? എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് സുഹൃത്തെ? അള്ളാഹുവിനെ മനസ്സിലാക്കിയവരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ടവരും ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരില്ലെങ്കിൽ ഈ ഭൂമി തന്നെ ഒരിക്കലും നിലനിൽക്കില്ല തന്നെ.